നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ മൂന്ന് മുക്കിലെ ഗ്രീൻ ലൈൻ ലോഡ്ജിൽ അസ്മിനയെ ഒപ്പം താമസിച്ച കായംകുളം സ്വദേശി ജോബി ജോർജ് കൊലപ്പെടുത്തിയത് മദ്യക്കുപ്പിക്ക് തലക്കടിച്ചു വീഴ്ത്തിയ ശേഷം തുണി ഉപയോഗിച്ച കഴുത്തു മുറുക്കിയാണ് എന്ന് പോലീസ്. രാത്രിയിൽ മുറിക്കുള്ളിൽ വെച്ച് മദ്യപിക്കുന്നതിനിടയിൽ അസ്മിന മകളെ കാണാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത്. തുടർന്നുണ്ടായ കയ്യാങ്കളിക്കിടെ ജോബി അസ്മിനയെ ബിയർ കുപ്പി ഉപയോഗിച്ച തലക്കടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് തുണി ഉപയോഗിച്ച് കഴുത്ത് നെരിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അസ്മിനയുടെ ശരീരത്തിൽ കുപ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെയാണ് യുവതിയെ ലോഡ്ജ് മുറിയിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ഒളിവിൽ പോയ പ്രതി ജോബി ജോർജിനെ കോഴിക്കോട് നിന്നാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കായംകുളത്ത് ലോഡ്ജിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനിടയിൽ പരിചയപ്പെട്ട ജോബിയും അസ്മിനയും കുറച്ചു നാളുകളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അസ്മിനയും ജോബിയും മുൻപ് 2 വട്ടം വിവാഹിതരായവരാണ്. അസ്മിന 2 കുട്ടികളുടെ അമ്മയുമാണ്. ഒരാഴ്ച മുൻപാണ് ജോബി ആറ്റിങ്ങലിലെ ലോഡ്ജിൽ ജോലിക്കെത്തിയത്. ചൊവ്വാഴ്ച രാത്രി ഭാര്യയെന്ന പരിചയപ്പെടുത്തിയാണ് അസ്മിനയെ ജോബി ലോഡ്ജിൽ കൊണ്ടുവന്നത്. പിന്നീട് ജോബിയുടെ പരിചയത്തിലുള്ള ചിലർ ഇവർ താമസിച്ച മുറിയിൽ വരികയും ചെയ്തിരുന്നു. രാത്രി 1:30 ജോബി മുറിയിലേക്ക് പോകുന്നത് ലോഡ്ജിലെ മറ്റ് ജീവനക്കാർ കണ്ടിരുന്നു. ബുധനാഴ്ച രാവിലെ ഇരുവരെയും പുറത്ത് കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ പരിശോധിച്ചുവെങ്കിലും മുറി തുറക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് തള്ളി തുറന്ന് നോക്കുമ്പോൾ അകത്ത് കടന്നപ്പോഴാണ് അസ്മിനയുടെ മൃതദേഹം കണ്ടെത്തിയത്. മുറിയിൽ പിടിവലി നടന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ബിയർ കുപ്പി പൊട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ ജോബി ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചു. ബസ് സ്റ്റാൻഡിലെത്തിയ ജോബി കായംകുളത്തേക്ക് പോയതായി കണ്ടെത്തി. തുടർന്ന് പോലീസ് കായംകുളത്ത് നടത്തിയ പരിശോധനയിലാണ് ജോബി കോഴിക്കോടേക്ക് കടക്കുന്നതായി അറിയുന്നത്. തുടർന്ന് പോലീസ് കോഴിക്കോട് നിന്നാണ് ജോബിയെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ ഒരു വാർത്ത വലിയ കൊള്ളക്കമൊക്കെ സൃഷ്ടിച്ചിരുന്നു. കാരണം ഞെട്ടലാണ് ഉളവാക്കിയിരുന്നത്. കാരണം ആ ലോഡ്ജിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുമെന്ന് ആരും അറിഞ്ഞതുമില്ല, അങ്ങനെ വിശ്വസിച്ചിരുന്നേ ഇല്ല. പക്ഷെ പെട്ടെന്ന് ഇത്തരത്തിലൊരു അപകടം നടന്നപ്പോൾ, ഇത്തരത്തിലൊരു കൊലപാതകം നടന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. പോലീസ് സംഘം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് പറയുന്നുണ്ട്. ആ മക്കളാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നത്. തന്റെ ഉമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഇത്തരത്തിലുള്ള ബന്ധത്തെ കുറിച്ചോ തന്നെ മക്കൾക്ക് അറിവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകം നടത്തിയതിന് പിന്നാലെ തന്നെ ഈ പ്രതി മുങ്ങാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ കൃത്യമായി തന്നെ CCTVയിലും ഒക്കെ തന്നെ തെളിഞ്ഞതിന് പിന്നാലെ തന്നെ ഇയാൾ പിടികൂടുകയാണ് ആറ്റിങ്ങൽ പോലീസ് ചെയ്തത്. എന്തായാലും ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇയാളെ ആ മുറിയിൽ എത്തിച്ച് പോലീസ് കൂടുതൽ നടപടികൾ ആരംഭിക്കും. തെളിവെടുപ്പ് അടക്കമുള്ളവ നടത്തും. ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും തിരക്കും.